നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു മിനി വെയിൽ നിർമ്മാണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മിനി വെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പലവ എടുത്തിട്ടുണ്ട്. കറക്റ്റ് നമുക്ക് ഈ സെൻറ്റർ വെച്ച് നമുക്ക് 2 പീസ് കട്ട് ചെയ്തെടുക്കണം. കറക്റ്റ് അളവിന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമ്മളിവിടെ ചെറിയ പലവയാണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ വീതി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് അളവിന് 2 പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. 2 പീസ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് വെച്ച് നമ്മൾ ഒട്ടിച്ചാണ് എടുക്കുന്നത്. നമ്മളെ പലവയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് ഒരേപോലെ ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മളിവിടെ ഫെവിക്കോളിൻ്റെ ഉഡ്ഫിൽ എന്ന് പറഞ്ഞൊരു പശ വെച്ചാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഈ തടി ഒട്ടിക്കുന്ന പശയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഒറ്റ പീസായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് അതാണ് കുറച്ചും കൂടി എളുപ്പം. നമ്മളത് ഒട്ടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതായി കാണുന്ന ചെറിയ പലവേല പീസ് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഈ സൈഡെല്ലാം ബോർഡർ ഒട്ടിച്ചെടുക്കണം. എല്ലാ ബോർഡറും ഒട്ടിച്ചെടുക്കണം. 4 സൈഡിൻ്റെയും ബോർഡർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അളവെടുത്തതിന് ശേഷം കറക്റ്റ് അളവിന് തന്നെ ഈ 4 പീസ് നമ്മൾ കട്ട് ചെയ്ത് മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് നമുക്കത് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ എല്ലാ പീസുകളും ഇതിൻ്റെ സൈഡിലുള്ള എല്ലാ പീസുകളും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒട്ടിച്ചെടുക്കാം. ഈ 4 സൈഡും ഒരുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസുകളാണ്. അപ്പോൾ നമുക്ക് ഇനി ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ പീസുകളും നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തിന് വയലിൻ്റെ അളവിനും കൂടെ ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം, അകത്തുള്ള കുറച്ച് പീസുകൾ. അപ്പോൾ നമ്മളിപ്പോൾ സൈഡിലുള്ള ലാസ്റ്റത്തെ പീസാണ് നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കണം. കറക്റ്റ് അളവിന് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാവൽ മാടം വേണം, പിന്നെ ഒരു ചെറിയൊരു അരിവ് വേണം. അപ്പോൾ ഇതിനെല്ലാം കണക്കാക്കി വേണം നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ചെറിയ പീസുകൾ വയ്ക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പലവേറെ ചെറിയ പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. മുറിച്ചെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. നമ്മൾ വരഞ്ഞിട്ടിട്ടുള്ള കറക്റ്റ് അളവിന് നമ്മൾ എല്ലാ പീസുകളും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ പീസുകളും ഒട്ടിച്ച് തീരാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് പീസാണ് നമ്മളിപ്പോൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇതിന് മണ്ണൊക്കെ ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിലേക്ക് നമ്മളിനി മണ്ണൊക്കെ ഒന്ന് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ വയലിൻ്റെ ബോക്സിൽ മാത്രമേ മണ്ണിടാവൂ. കറക്റ്റായിട്ട് മണ്ണിട്ട് എല്ലാം ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം. നമുക്കിനി ഇതിൽ തെനയിട്ട് പൊടിപ്പിക്കേണ്ടതാണ്. ഇതുപോലെ എല്ലാ ബോക്സിലും നമ്മൾ കറക്റ്റായിട്ട് മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളെ മണ്ണിട്ട് തീർന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മണ്ണിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് ഇട്ടിട്ടുണ്ട്. മിനി വയലിലേക്ക് ഇടാൻ വേണ്ടി നമ്മൾ കുറച്ച് തെന മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെന ഇനി ആ വയലിൽ നമ്മളൊന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. വയലിൻ്റെ എല്ലാ ബോക്സിലും നമ്മൾ തെനയിട്ട് കൊടുക്കണം. നല്ല ഞെരുക്കി തന്നെ നമ്മൾ തെനയിട്ട് കൊടുക്കണം. എങ്കിലേ അത് പൊടിച്ച് വരുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാ ബോക്സിലും നമ്മൾ തെന നല്ലപോലെ ഇട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജലചക്രം ഉണ്ടാക്കിയെടുക്കണം. ജലചക്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ബോൾ, അതായത് സിമെൻറ്റും മണലും കൊണ്ട് നമ്മളൊരു ചെറിയൊരു ബോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ സമയത്തിന് ഒരു കമ്പ് വെച്ചൊരു ഹോളാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത്. ഇനി നമുക്ക് ഇതിലേക്ക് ഇതിൻ്റെ ചക്രങ്ങൾ ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ഈ കർഷകർ ഉപയോഗിച്ചിരുന്ന സാധനമാണ് ജലചക്രം. കാരണം എന്ന് വെച്ചാൽ ഈ ചെറിയ നീരുറവയിൽ നിന്നൊക്കെ ജലം വയലിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനമാണ് ഈ ജലചക്രം. അപ്പോൾ നമുക്ക് ഒട്ടിച്ചെടുത്തിട്ട് കാണാം. ജലചക്രത്തിൻ്റെ ഈ വീലുകൾ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് റൗണ്ട് ഷേപ്പിന് തന്നെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ എല്ലാ പീസുകളും കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ജലചക്രം റെഡി ആയിട്ടുണ്ട്. ഒരുവിധം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൽ പെയിൻറ്റ് ചെയ്തെടുക്കണം. ഒരു കളർ കൂടെ നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് തേനയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തേനയൊക്കെ ഒന്ന് മുളച്ച് വരണം. മുളച്ച് പറഞ്ഞാൽ നമുക്ക് കുറച്ച് പണി ഇവിടെ ബാക്കിയുണ്ട്. ഇവിടെ നമുക്ക് കാവൽ മാടം നമുക്ക് പണിയണം. കാവൽ മാടം പണിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പീസുകളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫെവിക്കോളിൻ്റെ ഉക്കിൽ എന്ന് പറഞ്ഞ പശ വെച്ച് നമുക്ക് ഇവിടെ ഒന്ന് ഒട്ടിച്ച് കറക്റ്റ് ഒരു മാടത്തിൻ്റെ ആ ഒരു ഷേപ്പാക്കി നമുക്ക് എടുക്കണം. തൂണിൻ്റെ 4 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ 4 പീസ് നമ്മൾ കറക്റ്റായിട്ട് 4 സൈഡൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പിൽ 2 പീസ് നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ചരിച്ച് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കണം. കറക്റ്റ് ഒരു വീടിൻ്റെ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചൊന്ന് കറക്റ്റ് ചെയ്ത് ഫില്ല് ചെയ്തെടുക്കണം. ഗ്യാപ്പെല്ലാം നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കണം. എങ്കിലേ കറക്റ്റ് ആ ഒരു ഷേപ്പ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഒരു ചെറിയ പീസ് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കാവൽ മാടത്തിൻ്റെ മേൽക്കൂരയൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് കുറച്ച് പണി ഇവിടെ ബാക്കിയുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ചെറിയ അരുവി സെറ്റ് ചെയ്യണം. അരുവി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമൻറ്റ് വെച്ച് അരുവിയുടെ ഭാഗത്തേ നമ്മൾ അടച്ചു കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് ഈ വെള്ളം ഇതിൽ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്.
അപ്പോൾ നമ്മളെ ജലചക്രം നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് മിനി വെയിലേക്ക് വെച്ച് കൊടുക്കണം. ജലചക്രം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേയുടെ കമ്പിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കീറിയ 2 വേയുടെ കമ്പാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈർക്കിലാണ് കറക്റ്റായിട്ട് നമ്മൾ ജലചക്രം വെച്ച് കൊടുക്കുന്നത്. ജലചക്രം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റായിട്ട് പശ ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിൽ നമ്മളൊരു ചെറിയ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പലവേരെ ഒരു ചെറിയൊരു പീസ് കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലിരുന്നാണ് ഈ ജലചക്രം ചവിട്ടി നീക്കുന്നത് കർഷകർ. വച്ചതിന് ശേഷം നമ്മൾ പശ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഈ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കാവൽ മാടത്തിൻ്റെ അകത്തും ഒരു ചെറിയൊരു പീസ് നമ്മൾ വയ്ക്കുന്നുണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്തും കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ട് പശ ഉപയോഗിച്ച് അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കാണാനൊക്കെ നമ്മുടെ മിനി വെയിൽ കാണാനൊക്കെ ഭംഗിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ തെനയൊക്കെ മുളച്ച് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നല്ലപോലെ മുളച്ചിട്ടില്ല, ചെറുതായിട്ടൊന്ന് മുളച്ച് വന്നിട്ടേ ഉള്ളൂ നമ്മുടെ തെനയൊക്കെ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഈ ചാലിലൊക്കെ നമുക്കൊന്ന് ഗ്രൗട്ട് വെച്ച് നടച്ചു കൊടുക്കണം. കാരണം നമുക്ക് ഇതിലേക്ക് വെള്ളം ഇറക്കി വിടേണ്ടതാണ്. അപ്പം വെള്ളം ലീക്ക് ആവാതിരിക്കാൻ വേണ്ടി ഗ്രൗട്ടൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് അടച്ചു കൊടുക്കാം. സിമെന്റ് വെച്ച് നമ്മൾ എല്ലാ സൈഡും നല്ലതുപോലെ ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. തേനയൊക്കെ മുളച്ച് ഒരുവിധം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ പറിച്ചെടുത്തിട്ടുള്ള ഈ പുല്ലുകളുടെ കുഴ നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. മുകളിൽ നമ്മുടെ കാവൽ മാടത്തിന്റെ മേൽക്കൂര ഒന്ന് വെച്ചൊന്ന് കെട്ടി സെറ്റ് ചെയ്യണം. മുറിച്ചെടുത്ത പുല്ല് നമ്മൾ ഇതേപോലെ നിരത്തി വെച്ചതിന് ശേഷം നൂല് ഉപയോഗിച്ചാണ് നമ്മൾ കെട്ടിയെടുക്കുന്നത്. കെട്ടിയെടുത്തതിന് ശേഷം നമ്മളൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത്. അപ്പോൾ നമ്മുടെ മിനി വയലിന്റെ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് കണ്ടില്ലേ. അപ്പോൾ അത്യാവശ്യം കാണാനും നല്ല ഭംഗിയുള്ള രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മിനി വയലിൻ്റെ പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വയലിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൻ കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയൊരു ദിവസം കാണാം.